happy bastard shines like gold. A click away, a smile begins. സ്വാഗതം. ജന്മസിദ്ധമായ കഴിവ് എന്ന് പറയുന്നത് വെറുമൊരു മിഥ്യാധാരണ മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഏതൊരു പുതിയ സ്കില്ലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ സഹായിക്കുന്ന അടിപൊളി ആശയങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിനറിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ശരിക്കും നിങ്ങളുടെ പഠനരീതികളെ അടിമുടി മാറ്റാൻ പോകുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മളിൽ പലരും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കും അല്ലെ? പക്ഷെ സത്യം പറയുകയാണെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും നമ്മൾ ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കും. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പാതി വഴിയിൽ പിന്മാറുന്നത്? ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിലെ ഏറ്റവും വലിയ വില്ലൻ എന്താണെന്നറിയാമോ? നമ്മൾ ഈ പറയുന്ന പെർഫെക്ഷൻ ട്രാപ്പ്, അഥവാ എല്ലാം തുടക്കത്തിൽ തന്നെ പെർഫെക്റ്റ് ആവണമെന്ന ആഗ്രഹമാണ്. നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരു ചിത്രം തന്നെ വലിയ മാസ്റ്റർ പീസ് ആകണമെന്നോ, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു തെറ്റുമില്ലാതെ സംസാരിക്കണമെന്നോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. സത്യത്തിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ് പ്രശ്നം. പെർഫെക്ഷൻ എന്നത് ശരിക്കും പഠനത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഒരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ദിവസം നമ്മൾ ഭയങ്കര ആവേശത്തിലായിരിക്കും. എന്നാൽ രണ്ടാം ദിവസം ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങും. മൂന്നാം ദിവസം ഇപ്പോ ഒരു ഗിറ്റാറാണ് പഠിക്കുന്നതെങ്കിൽ വിരലുകൾക്ക് വേദന വന്നു തുടങ്ങും. നാലാം ദിവസം ആവുമ്പോഴേക്കും ഞാൻ ഈ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണല്ലോ എന്ന് തോന്നും. അങ്ങനെ അഞ്ചാമത്തെ ദിവസം നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ള വലിയ എക്സ്പേർട്സുമായി കമ്പയർ ചെയ്യുകയും ഒടുവിൽ ആ പരിപാടി തന്നെ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്യും. തുടക്കത്തിലെ ഇത്തരം ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വിൽ പവർ പെട്ടെന്നങ്ങ് നഷ്ടപ്പെടും. എന്നാൽ ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. വെറും 20 മണിക്കൂർ എങ്ങനെയെങ്കിലും പിന്മാറാനുള്ള ഈ ഒരു ടെൻഡൻസിയെ മറികടന്ന് ഏത് പുതിയ മേഖലയിലും നല്ല കോൺഫിഡൻസോടെ മുന്നേറാൻ നിങ്ങൾക്ക് കൃത്യമായി 20 മണിക്കൂർ നേരത്തെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് മാത്രം മതിയാകും. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു പരിഹാരമല്ലേ ഇത്? ഈ കണക്കുകളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. ഏതെങ്കിലും ഒരു സ്കില്ലിൽ പ്രാവീണ്യം നേടുക എന്ന് വെച്ചാൽ അതിനായി വർഷങ്ങളോളം സമയം മാറ്റിവെക്കണം എന്നല്ല ഇതിനർത്ഥം. വെറും 30 ദിവസത്തേക്ക് ദിവസവും 40 മിനിറ്റ് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ വെറും ഒരു മാസം, അതും ദിവസവും 40 മിനിറ്റ് മാത്രം, അത്രേ ആവശ്യമുള്ളൂ. ഈ ആദ്യത്തെ 20 മണിക്കൂറിനെ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി ഫീ അഥവാ പ്രവേശന ഫീസ് എന്ന് വിളിക്കാം. ഏതൊരു പുതിയ കാര്യം പഠിക്കുമ്പോഴും തുടക്കത്തിലെ ഈ ബുദ്ധിമുട്ടുകൾ നമ്മളൊരു ഫീസ് പോലെ കൊടുത്തേ തീരൂ. ഈ സമയം ഒരിക്കലും പാഴായി പോകുന്നതല്ലട്ടോ, മറിച്ച് പഠനത്തിന്റെ ഏറ്റവും രസകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു അനിവാര്യമായ ഇൻവെസ്റ്റ്മെന്റാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം. മോട്ടിവേഷനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് ഇത് തിരുത്തുന്നത്. എനിക്ക് പഠിക്കാനൊരു മോട്ടിവേഷൻ ലഭിക്കട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് നമ്മൾ പറയാറില്ലേ? അത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. ശരിക്കും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങുക. ആ പ്രവൃത്തിയിലൂടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പുരോഗതികൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാനുള്ള യഥാർത്ഥ മോട്ടിവേഷൻ തന്നെ ഉണ്ടാവുന്നത്. അപ്പോ ഈ ആദ്യത്തെ 20 മണിക്കൂർ വിജയകരമായി പൂർത്തിയാക്കാനും പഠനത്തിന്റെ സ്പീഡ് കൂട്ടാനും സഹായിക്കുന്ന 5 കൃത്യമായ തത്വങ്ങളാണ് ഈ വിവരസ്രോതസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 5 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്: വ്യക്തത അഥവാ ക്ലാരിറ്റി. ഇപ്പൊ എനിക്ക് ഗിറ്റാർ പഠിക്കണം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. പക്ഷേ 30 ദിവസത്തിനുള്ളിൽ എനിക്ക് 5 പാട്ടുകൾ ഗിറ്റാറിൽ പ്ലേ ചെയ്യാൻ കഴിയണം എന്ന് തീരുമാനിക്കുന്നത് വളരെ വ്യക്തവും സ്ട്രോങ്ങുമായൊരു ലക്ഷ്യമാണ്. ഇങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം കൃത്യമാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളുടെ മനസ്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുകിട്ടണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്ഷൻ അഥവാ വിഘടിപ്പിക്കൽ. പുതിയൊരു കാര്യം പഠിക്കാന്നത് ഒരു വലിയ മല കയറുന്നത് പോലെ പേടിപ്പെടുത്തുന്ന ഒന്നായിട്ട് നമ്മൾ കാണരുത്. പകരം അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അങ്ങ് തിരിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ ഗിറ്റാർ പഠിക്കുകയാണെങ്കിൽ അതിനെ കോർഡ്സ്, റിതം, വിരലുകളുടെ മൂവ്മെന്റ് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. ഇനിയിപ്പോ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിലോ വൊക്കാബുലറി, കേൾക്കൽ, പിന്നെ സംസാരിക്കുന്ന ശീലം എന്നിങ്ങനെ മാറ്റാം. ഇങ്ങനെ ചെറിയ സ്റ്റെപ്പുകളായി തിരിച്ചാൽ കാര്യം ഭയങ്കര എളുപ്പമാവും. മൂന്നാമതായി, എപ്പോഴും ഫണ്ടമെന്റൽസ് അഥവാ അടിസ്ഥാന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക.
തുടക്കക്കാർ എപ്പോഴും ചെയ്യുന്നൊരു അബദ്ധമുണ്ട്. പുറമേ കാണുന്ന വലിയ ആകർഷകമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോയി അവർ സമയം കളയും. എന്നാൽ ശരിക്കും നമ്മളെ വേഗത്തിൽ പഠിക്കാൻ സഹായിക്കുന്നത് ഈ ബോറടിപ്പിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നതിലൂടെയാണ്. ടൈപ്പിംഗ് പഠിക്കുമ്പോൾ ആദ്യം വിരലുകളുടെ പൊസിഷൻ ശരിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം സെയിൽസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് പോലെ എപ്പോഴും ബേസ് സ്ട്രോങ് ആയിരിക്കണം. 4ാമത്തെ തത്വം, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് തടസ്സങ്ങൾ നീക്കുക എന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അച്ചടക്കം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അത് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ചെയ്യുന്ന ശരിയായ തയ്യാറെടുപ്പുകളിൽ നിന്നുണ്ടാകുന്നതാണ്. ഗിറ്റാർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും പുറത്തുവെക്കുക. പഠിക്കുന്ന ടേബിൾ എപ്പോഴും ക്ലീനാക്കി വെക്കുക. ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ അങ്ങ് ഓഫ് ചെയ്തു വെക്കുക. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ചെറിയ തടസ്സങ്ങൾ മാറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര വിൽ പവറിന്റെ ആവശ്യമൊന്നും വരില്ല. 5ാമത്തെയും അവസാനത്തെയും തത്വം വളരെ ക്രൂഷ്യലാണ്. തിയറിക്ക് മുൻപ് പ്രാക്ടീസ് ചെയ്യുക. സ്വന്തമായി ഒന്നും ചെയ്യാതെ വെറുതെ 10-20 യൂട്യൂബ് വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തെറ്റുകൾ വന്നാലും സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുന്നത്. മനസ്സിലായില്ലേ? എപ്പോഴും ആക്ഷൻ എടുക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഈ ആദ്യത്തെ 20 മണിക്കൂർ എന്ന എൻട്രി ഫീ നിങ്ങൾ വിജയകരമായി നൽകിയാൽ അത് നിങ്ങൾക്ക് വെറുമൊരു പുതിയ സ്കിൽ മാത്രമല്ല തരുന്നത്, അത് നിങ്ങളുടെ ക്യാരക്ടറിനെയും നിങ്ങളുടെ ഉള്ളിലെ വ്യക്തിത്വത്തെയും തന്നെ മൊത്തത്തിൽ മാറ്റും. ഓ, ഞാൻ അച്ചടക്കമുള്ളവനാണ്, എനിക്ക് എന്തും പഠിക്കാൻ കഴിയും, ഞാൻ അങ്ങനെ പെട്ടെന്ന് പരാജയം സമ്മതിച്ച് പിന്മാറുന്ന ആളല്ല എന്നിങ്ങനെയുള്ള വലിയൊരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക എന്നതാണ്. പുതിയൊരു കാര്യം പഠിക്കാനുള്ള ഈ ജേർണി തുടങ്ങാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ തീർച്ചയായും ഓഡിയോപീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഞാൻ വേഗത്തിൽ പഠിക്കും എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കൂ. ഇത് വെറുമൊരു വാക്കല്ല കേട്ടോ, പുതിയൊരു മാറ്റത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ വലിയ ചുവടുവെപ്പാണ്. അവസാനമായി വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ വരികൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഒരു തുടക്കക്കാരൻ എന്ന നിലയിലുള്ള നാണക്കേട് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതുവരെ ഒരു വൈദഗ്ധ്യമെന്ന ബഹുമതി നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല. അതെ, എപ്പോഴും ഓർക്കുക, നിങ്ങളല്ല പരാജയപ്പെടുന്നത്, നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. ഇന്ന് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ നാളത്തെ നിങ്ങളുടെ സ്വഭാവമാക്കി മാറ്റാൻ, ആദ്യത്തെ ആ 20 മണിക്കൂറിലെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ തയ്യാറാണോ? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. തീർച്ചയായും ചിന്തിക്കുക. മറ്റൊരു എക്സ്പ്ലെയിനറിലൂടെ നമുക്ക് വീണ്ടും കാണാം. Happy Bastard shines like gold. A click away, a smile begins.